ഹലോ ഗൈസ്, എമ്പുരാൻ സിനിമയായിട്ട് വന്നേക്കുകയാണ് കേട്ടോ. എമ്പുരാൻ ഇപ്പോൾ ഒരുവിധം ആളുകളൊക്കെ കണ്ടിട്ടുണ്ടാവും. അവരുടെ അഭിപ്രായങ്ങളൊക്കെ യൂട്യൂബിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു അഭിപ്രായം മാത്രമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എമ്പുരാനെ കുറിച്ച് പറയുകയാണെങ്കിൽ എമ്പുരാൻ്റെ വിഷ്വൽ ട്രീറ്റ്സ് അടിപൊളിയാണ് കേട്ടോ. അതായത് ഓരോ ഫ്രെയിംസും ഓരോ രംഗങ്ങളും പുറത്തുള്ളതായിക്കോട്ടെ എല്ലാം എടുത്തേക്കുന്നത് പൃഥ്വിരാജിൻ്റെ ആ ഒരു ഡയറക്ടർ ബ്രില്യൻസ് അടിപൊളിയായിട്ടുണ്ട്. അതൊന്നും പറയാനില്ല. അത് ഓരോ ശരിക്കും നമുക്കൊരു ഇംഗ്ലീഷ് സിനിമയുടെ ആ ഒരു സെറ്റപ്പിലാണ് ഈ പടം എടുത്തു വെച്ചിരിക്കുന്നത്. ആക്ടേഴ്സ് എല്ലാവരും ഒരാളെ ഒന്നും പറയാനില്ല, എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു സീനുകളൊക്കെ പുറത്തെ സീനുകളാണെങ്കിലും കേരളത്തിലാണെങ്കിലും എല്ലാം പക്കയായിട്ടോ ചെയ്തിരിക്കുന്നത്. പിന്നെ മെയിനായിട്ട് എടുത്ത് പറയേണ്ടത് ഈ വിഷ്വൽ ട്രീറ്റ്സ് ആണ്. ഒരു രക്ഷയില്ല. പിന്നെ സ്റ്റൺസ് എല്ലാം, BGM മൊത്തത്തിലെല്ലാം അടിപൊളിയാണ്. ലൂസിഫറും എമ്പുരാനും വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് പേഴ്സണലായിട്ട് ഇഷ്ടപ്പെട്ടത് ലൂസിഫറാണ് കേട്ടോ. അതായത് ടോട്ടലി ഓൾ ഓവർ ഒന്നും കൂടി മോഹൻലാലിൻ്റെ പെർഫോമൻസ്, ഡയലോഗ്സ്, നമുക്ക് ഇഷ്ടപ്പെടുന്നതും മറക്കാനാവാത്ത കുറേ ഡയലോഗ്സുകളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്നും കൂടി ലൂസിഫറിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. എമ്പുരാനിലും മോശമല്ല, പക്ഷേ ചില സീനുകൾ എടുത്തിരിക്കുന്നത് ഒരു ലാഗ് പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. എൻ്റെ പേഴ്സണലിനുള്ള അഭിപ്രായമാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു റിവ്യൂ നോക്കിയിട്ട് ഒരു സിനിമ ഒന്നും കാണാൻ പോകുന്നില്ല. മറ്റുള്ളൊരു റിവ്യൂ ആയിട്ടിട്ട് സിനിമ കാണുകയോ കാണാതിരിക്കുകയൊന്നും ചെയ്യരുത്. നമ്മൾ പോയി കാണുക. നമ്മുടെ ഇഷ്ടമായിരിക്കില്ല മറ്റുള്ളവരുടെ ഇഷ്ടം. അപ്പോൾ ഞാനീ പറയുന്ന എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യമാണ്. എനിക്ക് എമ്പുരാനേക്കാളും ഒന്നുകൂടി ബെറ്ററായിട്ട് തോന്നിയിരിക്കുന്നത് ലൂസിഫറാണ്. എമ്പുരാൻ്റെ വിഷ്വൽ ട്രീറ്റ് എന്ന് പറയുന്നത് അടിപൊളി. ഓരോ പുറത്തെ സീനുകളും കിടുക്കനായിട്ടാണ് എടുത്തിരിക്കുന്നത്. പല രാജ്യങ്ങളിലായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വെക്കേഷനൊക്കെ തീർച്ചയായിട്ടും എമ്പുരാൻ പോയി കാണണം. കാണാത്തവർ തീർച്ചയായിട്ടും കാണണം കേട്ടോ. എന്തായാലും കാണാതിരിക്കരുത്. കാരണം ഇത്രയും മുതൽ മുടക്കി ചെയ്യുന്നൊരു പടം, ആ ഒരു വിഷ്വൽ ട്രീറ്റൊക്കെ നമ്മൾ മിസ്സാക്കി കളയരുത്. TV-യിലോ അല്ലെങ്കിൽ മൊബൈലിലോ കണ്ട് മിസ്സാക്കരുത്. തിയേറ്ററിൽ തന്നെ പോയി കാണണം. കാരണം ആ സൗണ്ട് എഫക്റ്റ്, അതുപോലെ തന്നെ ആ എടുത്തിരിക്കുന്ന ഓരോ ഫ്രെയിംസുകളും തിയേറ്ററിൽ കിട്ടുന്ന ഒരു ഭംഗി എന്തായാലും കിട്ടത്തില്ല. അപ്പോൾ എല്ലാവരും പോയി കാണുക. പടം മോശം എന്നൊന്നും പറയാനില്ല. ചില സമയങ്ങളിൽ ഒരു ചെറിയ ലാഗ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. പേഴ്സണലുള്ള അഭിപ്രായമാണ്. അപ്പോൾ എല്ലാവരും പടം പോയി കാണുക.